ചെറിമാമൻ വരും, എല്ലാം ശരിയാവും. ക്ഷീണിച്ച നാട് നന്നാകാൻ ചെറിമാമൻ, വഴിമുട്ടിയ കേരളം, വഴി കാട്ടാൻ ചെറിമാമൻ. എന്താ ഒരു ശുഷ്കാന്തി. കേരളത്തിലെ വളർത്തുനായകൾ ഭൂരിഭാഗം ഇംഗ്ലീഷ് അറിയാവുന്ന നായ്ക്കളാണ്. നമ്മുടെ നായ്ക്കൾക്കെന്തേ മലയാളം പഠിച്ചുകൂടാത്തത്? അത്ര നിലവാരം കുറഞ്ഞതാണോ നമ്മുടെ മാതൃഭാഷ? ഇതാണ് നമുക്ക് ആദ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. മലയാളം, ഇംഗ്ലീഷ്, ജാപ്പനീസ് എല്ലാ ഭാഷയും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷയ്ക്കാൻ കൈതാ ചെറി തലകൊത്തി മറിയടാ, ചെറി കുപ്പി കേടാ, ചെറിമാമൻ വരും, എല്ലാം ശരിയാവും. ചെറിയ കിച്ചൻ സെറ്റ്, ചെറിയ കൂട്ടി കയറാ, ചെറിയ വിമാനത്തെ കയറാ, ചെറിയ ജപ്പാനിൽ പോടാ. ക്ഷീണിച്ച നാട് നന്നാകാൻ ചെറിമാമൻ, ചെറിയ സ്പീക്ക്, ചെറിയ കുറയ്ക്കടാ, ചെറിയ പാട്ട്, ചെറിയ ചീത്ത, ചെറിയ പേരാ, ചെറിയ സിനിമ റാ. വഴിമുട്ടിയ കേരളം, വഴി കാട്ടാൻ ചെറിമാമൻ. എന്താ ഒരു ശുഷ്കാന്തി. എനിക്ക് തോന്നുന്നത് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ സിറ്റ് ഡൗൺ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വേർഡ്സ് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം താഴെ ഈ കമന്റ് വരാറുണ്ട്. നിങ്ങൾക്ക് എന്താ മലയാളം പറഞ്ഞ് പഠിപ്പിച്ചൂടെ? മലയാളം പറഞ്ഞാൽ നമ്മുടെ ഡോഗ്സ് പഠിക്കത്തില്ലേ? ഇത് മലയാളത്തിന് വില കുറച്ച് കാണുവാണോ? ഇതൊക്കെ നമുക്ക് മലയാളം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ്. ഒരു ലാംഗ്വേജ് അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാതൃഭാഷയാണ്. അങ്ങനെ നമ്മൾ യാതൊരു വിധത്തിലും വില കുറച്ച് കാണുകയോ അങ്ങനെയൊന്നും അല്ല. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ലാംഗ്വേജ്, ഭാഷ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്, പരസ്പരമുള്ള ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് മലയാളമാണ് അറിയാവുന്നത്. ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതാറുണ്ട്. മലയാളത്തിലാണ് എഴുതുന്നതെല്ലാം. മലയാളമേ എനിക്ക് അറിയാവുള്ളൂ. വളരെ അറ്റവും മുറിയൊക്കെ മാത്രമേ, ഇപ്പൊ സിറ്റ് ഡൗൺ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാക്കുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുള്ളൂ. അല്ലാതെ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കരുത്. അങ്ങനെ കൂടുതലൊന്നും നമുക്കൊന്നും അറിഞ്ഞൂടാ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തുകൊണ്ടിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഈ ഡോഗ്സിന് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലുള്ള മലയാളം, ഇംഗ്ലീഷ്, ജാപ്പനീസ്, കൊറിയൻ അങ്ങനെയുള്ള ഭാഷകളൊന്നും അറിഞ്ഞൂടാ. അവർക്ക് സൗണ്ടിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അവർ കേൾക്കുന്ന സിറ്റ് എന്ന് പറയുന്ന സൗണ്ട്, അതേപോലെ ഇരിക്കട എന്ന് പറയുന്ന സൗണ്ട്, ഈ സൗണ്ടിനോട് മാത്രമാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ആ സൗണ്ട് മനസ്സിലാക്കുന്നതൊക്കെ നമുക്കിപ്പോൾ പഠിപ്പിക്കാൻ ഏതാണ് ഇപ്പം ബെറ്റർ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഡോഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് ഒരല്പം അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. എന്താന്നുള്ളത് പറയാം. നമ്മൾ ഏത് ഭാഷ, ഇപ്പൊ ഇവൻ ചെയ്തത് കണ്ടായിരുന്നോ? ഞാൻ ഏതൊക്കെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അവൻ അറിഞ്ഞുകൂടാത്ത വാക്കാന്നുണ്ടെങ്കിലും അവനത് അനുസരിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവൻ ആ പറയുന്ന കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാണ്. ഇപ്പൊ കൈ അങ്ങോട്ട് കാണിക്കുന്നു, കൂട്ടിക്കാരാനാന്ന് മനസ്സിലായി, ഇങ്ങനെ കാണിക്കുന്നു, ഷേക്കാനാന്ന് മനസ്സിലായി. അവന് നമ്മൾ എന്തോ പറഞ്ഞു കഴിഞ്ഞാലും അവന് അറിയാം നമ്മൾ എന്തോ ആണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അത് ഓൾറെഡി ട്രെയിൻഡ് ആയി ആ ഒരു സ്റ്റേജ് വന്നുകൊണ്ടാണ്. അപ്പം അവൻ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ചില വാക്കുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പോലും പുള്ളി മൈൻഡിലും കണക്ട് ചെയ്തിട്ട് ഇന്നതാണെന്ന് വിചാരിക്കും, അതിനായിട്ട് പോകും. നമ്മൾ അതിനാണെന്നുണ്ടെങ്കിൽ സമ്മാനം കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചെയ്ത് നോക്കും. അത്രയൊക്കെ ഉള്ളു കാര്യം. ആ സൗണ്ടിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങിന്റെ ആദ്യ ഘട്ടത്തിൽ ഇവർക്ക് ഒരു ഭാഷ അറിഞ്ഞൂടാ. നമ്മൾ പറയുന്നത് എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ കേട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. പതുക്കെയാണ് അവർ മനസ്സിലാക്കി വരുന്നത്. അപ്പോ ഞാൻ ഇപ്പൊ ഇരിക്കാൻ പഠിപ്പിക്കുവാണ്. അവനൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്നു, ഇരിക്കൂ എന്ന് പറയുന്ന സൗണ്ട്, സിറ്റ് എന്ന് പറയുന്ന സൗണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ടാണ്. സിറ്റ് എന്ന് പറയുന്നത് 2 സൗണ്ടും, ഇരിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ ഇരിക്ക് എന്ന് പറയുന്നത് 3 സൗണ്ടുമാണ്. സിറ്റ് എന്ന് പറയുമ്പോൾ സിറ്റ്. അപ്പോൾ ഇത്രയും ഷോർട്ടാണ്. അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാനും എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനും പറ്റും. ഇരിക്കൂ എന്ന് പറഞ്ഞാലും അവർ പഠിപ്പിക്കും. പക്ഷെ നമ്മുടെ കൂട്ടിട്ട് അത്രയും വിശാലമായിട്ടുള്ള ആ മെമ്മറി സ്പേസ് അവർക്കില്ല. അതുകൊണ്ടിട്ട് നമ്മൾ കൂടുതൽ വാക്കുകൾ പഠിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ വേർഡ്സ് ഷോർട്ടായിട്ട് പഠിപ്പിക്കാനായിരിക്കും നല്ലത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇരിക്കുന്നു പഠിപ്പിച്ചു, അതിനുള്ള ലാസ്റ്റ് സൗണ്ട് ഉണ്ടല്ലോ, ഇരിക്ക് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതാണ് അവർ പെട്ടെന്ന് ആ ഒരു മൈൻഡിൽ ക്യാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ അടുത്തത് വേറൊരു വാക്ക് പഠിപ്പിക്കുമ്പോൾ ഇക്ക് വരുന്നത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊരയ്ക്ക്, നമ്മൾ സ്പീക്ക് എന്ന് പറയുന്നതിന് വരെ കൊരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ ലാസ്റ്റ് ഇക്കല്ലേ. അപ്പൊ അത് രണ്ടുകൂടെ കൺഫ്യൂസ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സ്പീക്ക് എന്ന് പറയുമ്പോൾ സിറ്റും സ്പീക്കും രണ്ട് സൗണ്ട് അല്ലേ, മനസ്സിലായല്ലേ? ഇനി സിറ്റ് എന്ന് പറയുന്ന സൗണ്ട് അടുത്തത് ഡൗൺ ആണ്, അതിന്റെ എൻഡിങ് വേറെയാണ്.
സ്പീക്ക് അതിന്റെ എൻഡിങ് വേറെയാണ്. അങ്ങനെ ഓരോ രീതിയിൽ ആ സൗണ്ടിനുള്ള ലെങ്തും അതേപോലെ തന്നെ സൗണ്ടിന്റെ എൻഡിങ്ങും. മൂന്നാമത്തെ കാര്യം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മളിപ്പോ ഇവരെ ഗുഡ്, നോ അതേപോലെ വാക്കുകൾ പഠിപ്പിക്കത്തില്ലേ, ഇതെന്നൊക്കെ പറയുന്നത് ആ സൗണ്ട് ഇച്ചിലൂടെ സോഫ്റ്റ് ആണ്. നമ്മളിപ്പോ ഇരിക്ക് എന്ന് പറയുമ്പോൾ രായും അതേപോലെ ഇക്കായും ഹാർഡ് സൗണ്ട് ആണ്. ആ ഒരു നമുക്കിപ്പോ ഒരു ഒഴുക്കം മട്ടിൽ പറയാനായിട്ട് പാടാണ്. നമ്മള് ഗുഡിന് പകരം പറയുന്നത് എന്തുവാണ്, കൊള്ളാം, നല്ലത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഉള്ള, ഇല്ല ഇതേപോലെ വരുന്ന ഹാർഡ് സൗണ്ട് ചിലപ്പോൾ അവർക്ക് ഇമോഷണലി റീഡ് ആകുമ്പോൾ ഇത് വഴക്ക് പറയുവാണോ, അവർക്ക് അറിഞ്ഞുകൂടാല്ലോ ലാംഗ്വേജ്. അപ്പൊ അത് വഴക്ക് പറയുവാണോ അതേപോലെ തന്നെ അവരെ എന്താണ് നല്ലതിന് വേണ്ടി പറയുവാണോ എന്ന് ചില ഡോഗ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇവനൊന്നും പ്രശ്നമില്ല, ഇവൻ കോൺഫിഡന്റ് ഡോഗാണ്. പക്ഷെ ഹാപ്പി എടുത്ത് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചിലപ്പോൾ പെട്ടെന്ന് കൂട്ടിപ്പോയി കയറും. അപ്പൊ ഡോഗിനെ നമ്മൾ കുഞ്ഞിലല്ലേ പഠിപ്പിക്കുന്നത്, 45 ദിവസത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ കുഞ്ഞിലെ ആ ഒരു ആ ഒരു സ്വീറ്റ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഗുഡിന് പറയും ചിലപ്പോൾ അടിപൊളി, സൂപ്പർ എന്നൊക്കെ വേണമെന്നാണ് പറയാം. ഇംഗ്ലീഷിലെ വാക്കാണ് സൂപ്പർ എന്ന് പറയുന്നത്. സൂപ്പറിനകത്ത് പക്ഷെ ഇപ്പായും അങ്ങനെയൊക്കെ നമ്മൾ മലയാളികൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്. സൂപ്പർ എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്കിപ്പോ നെറ്റിൽ റെഫർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം വെച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 6 പേരെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരീക്ഷണങ്ങളെല്ലാം നമ്മൾ നടത്തി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ആങ്സൈറ്റി, സ്ട്രെസ് അതേപോലുള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ്ങിനോടുള്ള ആ ഒരു ഇഷ്ടം ചിലപ്പോൾ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവരുടെ അടുത്ത് എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ബോഡി ലാംഗ്വേജുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാലും ഇവരത് ഫോളോ ചെയ്ത് വരും. കാര്യം മനസ്സിലായാൽ മതി, അനുസരിക്കാനുള്ള മെന്റാലിറ്റിയിലോട്ട് കൊണ്ടുവരുവാണ്. സ്റ്റാൻഡ്, നിക്ക്, ഇരിക്ക്, നിക്ക്, രണ്ടിനും ഇക്ക് ആയി കഴിഞ്ഞ്. സ്പീക്ക്, കുരയ്ക്ക്, അതിന്റെ ലാസ്റ്റ് ഇക്ക് വന്നു. പിന്നെ വേറെ ഏത് പേരാണ്, ഡൗണ്, കിടക്ക്, അവിടെ ഇക്ക് വന്ന്. സെർച്ചിന് വേറെ അന്വേഷിക്കൂ. അത് കുഴപ്പമില്ല, രണ്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി തപ്പിയെടുത്തോണ്ട് ഓടെ പറയാം, കുഴപ്പമില്ല. പിന്നെ വേറെ ഏതൊക്കെ വാക്കുകളുണ്ട്, കൂട്ടിക്കേറ്, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ യെസ്, ഗുഡ്, നോ അതിന് പകരം അത് 3 മാർക്കറുകളാണ്. അതിന് പകരം യെസ്സിന് പകരം നമ്മള് മലയാള വാക്കുകൾ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും ഷോർട്ടായിട്ട് നമുക്കുള്ളതുകൊണ്ട് വേറെ ഓപ്ഷനിലോട്ട് അധികം പോയിട്ടില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കാൻ സൗകര്യം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം യൂസ് ചെയ്യുക. ലാംഗ്വേജ് ജസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് മലയാളം സ്പെഷ്യലാണ്, അതേപോലെ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് സ്പെഷ്യലാണ്. ടോട്ടലി എല്ലാവരും കമ്മ്യൂണിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ട് നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ മാത്രമാണ്. ലാംഗ്വേജുമായിട്ട് നമുക്ക് ഇപ്പൊ മലയാളത്തിനോട് യാതൊരു വെറുപ്പുമില്ല, ഇംഗ്ലീഷിനോട് സ്നേഹമില്ല. പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലീഷ് എനിക്ക് നല്ലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. മലയാളം സ്കൂളിലൊക്കെ പഠിച്ചിട്ട് നേരെ നമ്മൾ കോളേജിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേന് ഒരുവിധം ഒരു 99% അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരുന്നു. നമ്മളപ്പോ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മളും പറയുന്ന ഇതുപോലെയാണ്, ഓ അവന്റെ ഒക്കെ ഒരു ജാട, ഇതാണ് പറയുന്നത്. ഇത് മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു പ്രോബ്ലം ആണ്, അല്ലാതെ വേറെ അതിനകത്തൊന്നുമില്ല. ഏത് ഭാഷ വേണേ നിങ്ങൾ പഠിപ്പിച്ചോ, പക്ഷെ പഠിപ്പിച്ചിരിക്കണം.